വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 27 മുതൽ 30 വരെ. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുകയും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ശ്രീവായ്ക്ക് ശേഷമുള്ള 6ാം ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ശേഷിച്ച കഷ്ണങ്ങൾ പെറുക്കുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന കർത്താവ് പാതാളം വരെ പോയ ആളാണ്. സകലരെയും ശുശ്രൂഷിച്ച ആളാണ്. സകലരെയും വഹിക്കുകയും അവർക്ക് വേണ്ടി രോഗിയാകുകയും കൂടി ചെയ്ത ആളാണ്. രോഗസൗഖ്യം തരുന്ന യേശു നമുക്ക് വേണ്ടി ആദ്യ രോഗിയായി. നമുക്കിട്ടിരിക്കുന്ന രോഗവും നമ്മുടെ വീടിൻ്റെയും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും ശുദ്ധീകരണത്തിനുമായി പ്രയോജനപ്പെട്ടിട്ട് അനേകരെ സൗഖ്യമാക്കുന്ന ഡോക്ടർമാരായി, സൗഖ്യമാക്കുന്ന കൃപാവരമുള്ളവരായി വളരുവാൻ എല്ലാം നന്മയ്ക്കായി ഉള്ളവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും മാറ്റരുതെന്ന് പറഞ്ഞ വചനപ്രകാരം ശ്രീവായ്ക്ക് ശേഷമുള്ള 6ാം ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞു ഈ തിങ്കളാഴ്ച ദിവസം നമ്മൾ ശേഷിച്ച ഘട്ടങ്ങളെല്ലാം പെറുക്കിയിരിക്കുന്നു. കിട്ടിയതായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. കോരഹപുത്രന്മാർ എങ്ങനെയാണ് കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ 84ാം സങ്കീർത്തനം എഴുതിയെന്നുള്ള കാര്യം ഇന്നലെ ഇന്നുമായി നമ്മൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ മരുഭൂമിയുടെ യാത്രയിലെ ശുദ്ധീകരണത്തിൻ്റെ ആ യാത്രയ്ക്കിടയിൽ കോരഹ് ദാതാൻ അഭിരാമന് മരീചിക എന്ന് പറയുന്ന ആ അസുഖം ഉണ്ടായി. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവർക്കുള്ളൊരു അസുഖമാണ്. ദൂരെ വെള്ളമുണ്ടെന്ന് തോന്നുക. മരുഭൂമി അവിടെ വെള്ളമൊന്നുമില്ല. ആ വെള്ളമുണ്ടെന്നുള്ള വ്യാമോഹത്തോടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല, പിന്നെയും മുമ്പോട്ട് പോവുക. അപ്പോൾ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ഇല്ലാത്തതുണ്ടെന്ന് തോന്നും, ഉള്ളതില്ലാന്ന് തോന്നും. നമ്മുടെ കുറവ് മറ്റുള്ളവർക്കുണ്ടെന്ന് തോന്നും. ഇന്ന് നമ്മൾ വായിച്ചതായ സംഖ്യാപുസ്തകം 16ാം അധ്യായത്തിൽ കോരഹിന് ദാതാൻ അഭിരാമൻ തോന്നാൻ അവർ പരിശുദ്ധനാണ്. മോശയും അഹരോനും ഇവരൊക്കെയാണ് അഹങ്കാരികൾ. അവരിങ്ങനെ നേതാവ് കളിക്കുക, ഞങ്ങളും വിശുദ്ധരാന്നൊക്കെ പറഞ്ഞ് ആ മത്സരിച്ചത്. അപ്പോൾ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ഉണ്ടാകാവുന്ന ഒരു അസുഖമാണ് മറ്റുള്ളവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കും നമ്മൾ കേമരാണെന്ന് തോന്നുക. അത് ഭയങ്കര അസുഖമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മൾ എല്ലാവരേക്കാളും ഭാവിയാണെന്ന് തോന്നുന്നു. പരിശുദ്ധ ഭാവാതിരുമേനി കുർബാനയില്ല, ഞാൻ ബലഹീനനും ഭാവിയുമായിരിക്കും ദാസൻ എന്ന് പറഞ്ഞാണ് കുർബാന ചൊല്ലുന്നത്. അപ്പോൾ നമ്മളുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചപ്പാട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും മിടുക്കരാണെന്ന് തോന്നുന്നു. എല്ലാവരും നമ്മളെ ആദരിക്കണം, എല്ലാവരും നമ്മളെ ആരാധിക്കണം, എല്ലാവരും നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് തോന്നുന്നു. എന്നാൽ ശരിയായ ബോധം വന്നാൽ ഞാൻ ലോകത്തിലേക്കും ഭാവിയാണ്, എനിക്കൊരു ധനവും മാനവും ജീവനും ഒന്നിനും അർഹതയില്ല, ഒരു മിനിറ്റ് ജീവിക്കാൻ എനിക്ക് അർഹതയില്ല, ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ആരും സ്നേഹിക്കാൻ എനിക്ക് അർഹതയില്ല, ജീവിച്ചാൽ തന്നെ സുഖമായിരിക്കാൻ അർഹതയില്ല. ഇതൊക്കെയാണ് വേദോസം വായിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബോധം. 2 ശമൂവേൽ 24 അധ്യായത്തിലും 1 വൃത്താന്തം 21 ദാവീദിന് ആ കാര്യം ബോധ്യമായി. ക്ഷാമം, രോഗം, ശത്രുത ഇവ ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ ഫലമായി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പരിഹാരത്തിനാണ് ഈ കുർബാന വെച്ചിരിക്കുന്നത്. യെബൂസായിൻ്റെ കളത്രയിൽ യാഗം കഴിച്ചപ്പോഴാണ് ക്ഷാമവും രോഗവും ശത്രുതയും വരുത്തിയ ദാവീദിൻ്റെ ദൈവാലോചന തള്ളിക്കളഞ്ഞ് പിശാചിൻ്റെ ആലോചന സ്വീകരിച്ചതിന് ശേഷം അങ്ങനെ ഉണ്ടായി. അപ്പോൾ നമുക്കെല്ലാവർക്കും ആർക്കും തന്നെ ശരിക്കും വേദോസം വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ അർഹതയില്ല, ജീവിച്ചാൽ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അർഹതയില്ല, സ്വല്പമെങ്കിലും ആരോഗ്യം കിട്ടിയാൽ ആരുടെ സ്നേഹത്തിനും അർഹതയില്ല. ഇനി ഏതെങ്കിലും ശാലം ഉണ്ടെങ്കിൽ അത് അറിയപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി, അറിയിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും പരാതി ആ കാഴ്ചപ്പാട് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് കുർബാനയെ സംബന്ധിക്കുന്നത്. ദാവീദിന് താൻ ജനങ്ങളെ എണ്ണി നോക്കി താൻ കേമനാണ്, താൻ വലിയ രാജാവാണ്, എനിക്ക് എത്ര പട്ടാളക്കാരുണ്ടെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ചൊന്ന് അഭിമാനിക്കാൻ വേണ്ടി, ഒന്ന് അഹങ്കരിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അതിനോട് പിശാചിന് കൂടിയെന്നാണ് പറയുന്നത്. ആ ശിക്ഷ മാറിയത് അനേകാര്യങ്ങൾ മരിച്ച് താൻ മരിക്കേണ്ടതിന് അനേകരും മരിച്ചതിന് ശേഷം യെബൂസായിൻ്റെ കളത്രയിൽ യാഗം കഴിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത്, ഞാൻ മുഖാന്തരമാണ് ജനങ്ങൾ മരിക്കേണ്ടി വന്നത്, ഞാനാണ് ഭാവി എന്ന് പറഞ്ഞ് താൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ബാധ നിർത്തല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാൻ നമുക്കുണ്ടാകുന്ന രോഗം, ക്ഷാമം,
ശത്രുത മുതലായവ നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും ദൈവാലോചന തള്ളിക്കളഞ്ഞതിൻ്റെയും ദൈവത്തിന് പിശാചിൻ്റെ ആലോചന സ്വീകരിച്ചതിൻ്റെയും മത്സരത്തിൻ്റെ ആവിചാരത്തിന് ശിക്ഷയാകാം. ആ ശിക്ഷ ഏറ്റവും അധികം ഏറ്റത് യേശുവാണ്. നമ്മൾ കേൾക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, നമ്മൾ കേൾക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഞാനും ഏറ്റേക്കാവുന്ന കർത്താവ് കയറി കലോരി ചെയ്ത് അങ്ങ് ഏറ്റതാണ്. അപ്പോൾ നമുക്ക് വരുന്ന രോഗം, ക്ഷാമം, ശത്രുത മുതലായവ നമ്മുടെയും നമ്മുടെ കുടുംബക്കാരുടെയും നമ്മുടെ സഭയുടെയും പ്രശ്നമാണ്. അതെല്ലാവരും കൂടെ പങ്കിടുകയാണ്. കർത്താവാണ് ഏറ്റവും അധികം എടുത്തത്. ഒരു ശകലം ബാക്കിയുള്ളൂ. അത് നമുക്കുള്ളത് ഒരു അഭിമാനമായി കരുതണം. അപ്പോൾ എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ വചനം നമുക്ക് ബോധ്യം നൽകും. മെരി ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ എന്ന് പറഞ്ഞ വചനപ്രകാരം സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഏത് അസുഖം വന്നാലും ഇത്രയും വന്നോളല്ലോ, ഇതിനൊക്കെ വലുത് വന്നാണ്, വരേണ്ടതായിരുന്നല്ലോ. കർത്താവിന് ഇതെല്ലാം രോഗിയായിരുന്നുകൊണ്ടാണ് രോഗശാന്തി ചെയ്ത് ഇത്രയെങ്കിലും വന്നു കിട്ടിയല്ലോ, സ്തോത്രം എന്ന് പറയാമല്ലോ. അത് തന്നെ സൗഖ്യദായകമാകുകയും രോഗം മാറിയില്ലെങ്കിലും സഹിക്കാനും വഹിക്കുവാനും അത് മറ്റുള്ള സൗഖ്യത്തിനാക്കാനും സാധിക്കും എന്നുള്ള ബോധത്തോടെ എല്ലാത്തിനെയും നല്ല വശം കാണുവാൻ ഈ കുർബാന ഉതകട്ടെ. അത് കുരിശിൻ്റെ പാതയാണ്, അത് ഉയർപ്പിൻ്റെ പാതയിലെത്തിക്കും വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ശ്രീവായ്ക്ക് ശേഷമുള്ള 6ാം ഞായറാഴ്ച കഴിഞ്ഞുള്ള ഈ തിങ്കളാഴ്ച ദിവസം ശേഷിച്ച ഘട്ടങ്ങൾ പൊക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിതയാത്ര തുടരുകയാണ്. നിന്റെ കരുണയോടെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊന്നിനും അർഹതയില്ല. കിട്ടിയിരിക്കുന്ന അധികമാണ്, നിന്റെ ദയയാണ്, നിന്റെ കൃപയാണ്. എല്ലാത്തിനും നന്ദി, എല്ലാത്തിനും സ്തോത്രം. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ രക്ഷയ്ക്കും ശുദ്ധീകരണത്തിനും ഉപകരിക്കണമെന്ന് യാചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദൈവഭാഗ്യ സമർപ്പിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലൊരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. ആ സമയത്ത് മറിയ എഴുന്നേറ്റ് യഹൂദ്യയിലെ മലനാട്ടിലുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. അവൾ സഖറിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദനം ചെയ്തു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭാശയത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ തക്ക യോഗ്യത എനിക്ക് എവിടെ നിന്നുണ്ടായി. നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ എത്തിയപ്പോൾ ശിശു എൻ്റെ ഗർഭാശയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അങ്ങനെ പരിശുദ്ധ കന്യാമറിയാമും എലിസബത്തും ഒരു വീട്ടിൽ കണ്ടെത്തി 90 ദിവസം നീണ്ടു നിന്നതായ ഒരു കൂട്ടായ്മ യോഹന്നാൻ സ്നാപകനെയും യേശു കുഞ്ഞിനെയും വളർത്തിയെടുക്കുന്നതിന് അവരെ സഹായിച്ചതായിട്ട് നമ്മളാണ്. നമ്മുടെ ഈ കൂടിവരവിൻ്റെ അർത്ഥം എന്താണ്, ആവശ്യം എന്താണെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കെല്ലാം നമ്മുടേതായ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് വന്ന സഹോദരിമാരും, ഞാനൊരു സന്യാസിയാണ്, ഞങ്ങൾ 4 പേര് അങ്ങനെ വീട് വിട്ട് യേശുവിനെ തേടി ഏതെങ്കിലും ആശ്രമങ്ങളിലോ മഠങ്ങളിലോ എത്തിയവരുണ്ട്. കുടുംബ ജീവിതത്തിന് വേണ്ടി കുടുംബത്തിൽ ജീവിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടേതായ പള്ളികളുണ്ട്, ആരാധന സ്ഥലങ്ങളുണ്ട്, നമ്മുടേതായ ഒത്തിരി ആത്മീയ പരിപാടികളുണ്ട്. പിന്നെ ഇങ്ങനെയും കൂടി ഒരു പരിപാടി എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി അരുൺ പറയുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ യേശു കുഞ്ഞിനെ വളർത്തിയ അമ്മ എലിസബത്തിനോടത്തുള്ള കൂട്ടായ്മയിൽ എലിസബത്തിൻ്റെ കുഞ്ഞിനെയും വളർത്തുവാൻ സഹായിച്ചു. യോഹന്നാൻ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് വളർന്നു വരുന്നത്. മറിയാമിൻ്റെ അനേക നാളത്തെ നീണ്ട പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഗബ്രിയേൽ മാലാഖ രക്ഷകനെ വചനമായി കൊടുത്ത് ആ വചനത്തിന് മാംസം ധരിക്കുവാൻ മാതാവിൻ്റെ ജീവിതം വിട്ടുകൊടുത്ത ആ രംഗം. ആ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ് സഭയെന്ന് ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ഇൻകാർണേഷൻ ജീസസ് ക്രൈസ്റ്റ് എന്നൊരു പരിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സഭയിലൂടെ തുടരുകയാണ്, നമ്മിലൂടെ തുടരുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന യേശുവിനെ വളർത്താൻ കൂട്ടായ്മ ആവശ്യമാണ്. നന്മ ചെയ്യുവാൻ കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുതെന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത നമ്മളുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ പള്ളിയിലോ നമ്മുടെ സമൂഹത്തിലോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേലകൾ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് തീർക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്നിച്ചു കൂടുകയാണ്. എലിസബത്തിൻ്റെയും മറിയാമിൻ്റെയും കൂടിക്കാഴ്ച അന്നത്തെ ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് സഹായകരമായിരുന്നു. എന്താണ് എലിസബത്തിൻ്റെ അടുത്തേക്ക് മറിയാം ബന്ധപ്പെട്ടു പോകാൻ കാരണം? ദൈവനിയോഗപ്രകാരം ദൈവാത്മാവിൽ സംഭവിച്ചതാണ് കന്യാമറിയാമിൻ്റെ ഗർഭധാരണമെങ്കിലും അത് നീതിമാന യോസേഫിന് മനസ്സിലാകുന്നില്ല. അത് സംശയരോഗം വരുന്നു. ആ സംശയരോഗമുള്ള ആളിൻ്റെ അടുത്ത്
താമസിക്കുന്ന ബുദ്ധിയല്ല. ഒന്ന് മാറിക്കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശ്വാസമാണ്. ദൈവത്തിന് വെളിപ്പെടുത്താനും ദൈവം വെളിപ്പെടാനും ആ ഒരു ഇടവേള നല്ലതാണെന്നുള്ള ബോധത്തിൽ മറിയാൻ മാറിക്കൊടുത്തത് ഒരു വലിയ പരിജ്ഞാനമാണ്. ആ 3 മാസത്തെ മാറിയിരുന്നുള്ള പ്രാർത്ഥന യോസേപ്പിന് വെളിപ്പാട് കിട്ടാൻ സഹായകരമായി. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ പള്ളിയിലോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ഓഫീസിലോ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്തവരുണ്ടാകാം. നമ്മുടെ ഉള്ളിൽ യേശു രഹസ്യമായിട്ട് വളരുന്നൊരു കാലമുണ്ട്. അത് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല. അത് മറഞ്ഞിരിക്കുന്നൊരു കാലമുണ്ട്. പക്ഷെ മറഞ്ഞിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ കാണും. അവരോടത്തുള്ള കൂട്ടായ്മ ഈ രഹസ്യമായ വളർച്ചയ്ക്ക് സഹായകരമാണെന്ന് ഒരു പാഠത്തിനകത്തുണ്ട്. കന്യാമറിയാമനും എലിസബത്തും തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. കന്യാമറിയാമനെ 12 വയസ്സ് വരെ ദേവാലയത്തിൽ വളർത്തിയ അവിടെ ഹോസ്റ്റലിൻ്റെ വാർഡൻ എന്ന നിലയിൽ എലിസബത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ബന്ധവുമുണ്ട്, കടപ്പാടുമുണ്ട്. ഗബ്രിയേൽ മാലാഖ അതൊരു സൂചനയായിട്ട് കൊടുക്കുകയും കൂടെ ചെയ്തു. അവളെ ഗർഭിണിയായി 6-ാം മാസമാണെന്നുള്ള കാര്യം. വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്ന ആ വല്യമ്മച്ചയെ ഒന്ന് കാണാൻ ഈ മറിയാൻ പോയത് 2 പേർക്കും ആശ്വാസകരമായിരുന്നു. 2 പേരുടെയും ദൗത്യ നിർവഹണത്തിന് സഹായകരമായി. അതുകൊണ്ട് എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ഓഫീസുകളിലും എല്ലാ പള്ളികളിലും ചില പരിമിതികളുണ്ട്. യോസേപ്പ് നീതിമാനായിരുന്നെങ്കിലും യോസേപ്പിന് ദൈവത്തിൻ്റെ വെളിപ്പാട് മനസ്സിലാകാൻ കുറേ നാൾ കരയണമായിരുന്നു, മാറിയിരിക്കണമായിരുന്നു, വിഷമിക്കണമായിരുന്നു. അങ്ങനെ കന്യാമറിയാമനെ ഉപേക്ഷിക്കണമെന്ന് വരെ ചിന്തിക്കുന്ന ഗതികേട് വന്നവിടെ. പക്ഷെ ആ സാഹചര്യത്തിലെ മാറിയിരുന്നുള്ള പ്രാർത്ഥനയാണ് ആ എലിസബത്തിൻ്റെ അടുത്തു നിന്ന് ശക്തി ആർജിച്ച് ആ കൂട്ടായ്മയിൽ ബലം പ്രാപിച്ച് യോസേപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ വിഷമമുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എലിസബത്തിൻ്റെയും മറിയാമിൻ്റെയും കൂട്ടായ്മ പോലെയുള്ള ചില കൂട്ടായ്മകൾ അത് ശക്തി തരുന്ന പുതിയ ദർശനങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും തരുവാൻ, നമ്മൾ ചെയ്യേണ്ട ധർമ്മം നിർവഹിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുവാൻ ഇത് പ്രയോജനമാണ്. അപ്പം ഇതൊരു സഭയല്ല, ഇതൊരു പ്രസ്ഥാനമല്ല, ഇതൊരു പുതിയ പരിപാടിയല്ല. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എലിസബത്തും മറിയാമും കൂടെ ഒന്നിച്ച് കണ്ടുമുട്ടിയൊരു കണ്ടുമുട്ടൽ. ആ കണ്ടുമുട്ടലിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളിലെ യേശു വളരണം. നമ്മുടെ ഉള്ളിലെ കർത്താവ് യോഹന്നാനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികളുണ്ട്. യോഹന്നാൻ യേശുവിന് വഴികാട്ടിയായിട്ടാണ് വളരുന്നത്. യേശു വഴിയായിട്ടുമാണ്. വഴിയും വഴികാട്ടിയും കൂടെ ഒന്നിച്ചൊന്ന് രഹസ്യമായി കണ്ടുമുട്ടി വളരുന്നത് വളരെ നല്ലതാണ്. ഈ വഴിയും വഴികാട്ടിയും നമ്മളിലും ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു 2ാമത്തെ വരവിന് വഴിയൊരുക്കാൻ, 2ാമത്തെ വരവിന് തയ്യാറാക്കാനുള്ള ഒരു ബന്ധപ്പാട് ഇപ്പം നമുക്കുള്ളൂ. 1ാമത്തെ വരവിന് ഒരാൾ മതിയായിരുന്നു വഴിയൊരുക്കാൻ, അത് യോഹന്നാനായിരുന്നു. 2ാമത്തെ വരവിന് വളരെ പേരെ ആവശ്യമുണ്ട്. അപ്പോൾ 2ാമത്തെ വരവ് വളരെ സമീപമായിരിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു 2ാമത്തെ വരവിന് ഒരുക്കുവാനും വഴിയൊരുക്കുവാനും യോഹന്നാന്റെ പണി നമുക്ക് അതിന് ബാക്കി ചെയ്യാൻ സാധിക്കുമോ? മാമോദീസ അല്ലെങ്കിൽ സ്നാനത്തിൽ നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന യേശുവിനെ വളർത്തിയെടുത്ത് കന്യാമറിയാം ജീവന്റെ അപ്പമായി കാൽവറി മലയിൽ ജീവന്റെ അപ്പമായി ചുട്ടെടുത്ത് വേവിച്ച് ലോകത്തിന് സംഭാവന ചെയ്തതുപോലെ നമുക്കും ജീവന്റെ അപ്പമാകാൻ സാധിക്കുമോ? നമുക്കും ഈ ലോകത്തിന് ജീവന്റെ അപ്പം കൊടുക്കാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനെല്ലാം മറുപടി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുക. ദൈവാത്മാവാണ് നമ്മളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ശക്തിയുമായി നമ്മൾ ഏത് വീട്ടിൽ നിന്ന് വന്നോ അങ്ങോട്ട് മടങ്ങിപ്പോകുക. ഏത് പള്ളിയിൽ നിന്ന് വന്നോ, ഏത് മഠത്തിൽ നിന്ന് വന്നോ, ഏത് ആശ്രമത്തിൽ നിന്ന് വന്നോ, ഏത് ഓഫീസിൽ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങിപ്പോകുന്നു. മറിയാം 3 മാസം കഴിഞ്ഞ് മടങ്ങിപ്പോയവരെ. നമുക്ക് 3 മാസം അവിടെ ഇരിക്കാൻ നേരെയില്ല. 30 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും. ആ 3 മാസത്തെ അനുഭവം 30 മിനിറ്റ് കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ കിട്ടുന്ന അവസരങ്ങളിൽ ഈ കൂട്ടായ്മയിൽ കൂടെ ആർജിച്ചാൽ വലിയ ശക്തിയോടെ വലിയ ബോധ്യത്തോടെ നമ്മുടെ ധർമ്മങ്ങൾ നിർവഹിച്ച് നമ്മുടെ രഹസ്യമായി വളരുന്ന യേശുവിനെ നമുക്ക് പരസ്യമായി സാക്ഷിച്ച് ഒരിടയിനും ഒരു തൊഴുത്തുമാകും എന്നുള്ള കർത്താവിൻ്റെ അനർത്ഥമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ എബ്രായ ലേഖന കർത്താവിൻ്റെ ഒരു വചനം നമുക്ക് മാർഗദർശനം നൽകട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എബ്രായർ 10:37. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നെങ്കിൽ
അവൻ്റെ ഉള്ളതിന് അവനിൽ പ്രസാദമില്ല. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ ഉൾക്കൊണ്ടവരും വിശ്വസിച്ചവരുമാണെങ്കിലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള പരീക്ഷകൾ ധാരാളം ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. വൃതസ്ഥരായിരിക്കുന്നവർക്ക് കൊടുത്തോളൂ. ഞങ്ങൾ ഈ വേഷം ഇട്ടിരിക്കുന്ന നേരത്ത് വൃതസ്ഥരാണെന്നുള്ള കാര്യം ഞങ്ങളെയും മറ്റുള്ളവരെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് വേണേൽ ഇട്ടേച്ച് പോകാനുള്ള പരീക്ഷ വരാം. കുടുംബജീവിതക്കാർക്ക് വേണേൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നും ജീവിക്കാൻ പ്രതിജ്ഞ എടുത്തവരായ ഭാര്യാഭർത്തക്കന്മാർക്ക് ഡൈവോഴ്സ് നടത്തി പിരിഞ്ഞു പോകാനുള്ള പരീക്ഷകൾ വരാം. എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. നമ്മൾ ആ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ, പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുവാൻ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സഹായകരമാകണമെന്നാണ് അതിൻ്റെ. അപ്പം നമുക്ക് ഒന്നിച്ചുകൂടി നമ്മളെ കൂട്ടിയത് പരിശുദ്ധാത്മാവാണ്. കന്യമറിയാമനെയും എലിസബത്തിനെയും ഒന്നിച്ചു കൂട്ടി അവരൊരുമിച്ച് ജീവിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തി. യോഹന്നാസ്നാവിൻ്റെ പ്രസവം കൂടെ കഴിഞ്ഞായിരിക്കാം മാതാവ് അമ്മച്ചി യോസെഫിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയത്. അത് പുതിയ വെളിപ്പാടുണ്ടാക്കി യേശു കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയും സംരക്ഷകനായി യോസേഫ് മാറുന്നു. ആ യോസേഫ് പിതാവ് പിന്നെ യേശു കുഞ്ഞിനെ വളർത്തുന്നയാളായിട്ട് മാറി. ഇന്ന് നമ്മുടെ ഉള്ളിൽ യേശുവിനെ തിരിച്ചറിയാത്തവർ നമ്മുടെ യേശു കുഞ്ഞിനെ വളർത്തുന്നവരായി മാറാൻ നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഇടവക സാഹചര്യങ്ങൾ രൂപാന്തരപ്പെടുവാൻ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാനാണ് ഈ പ്രാർത്ഥനാലയം വേർതിരിച്ചിരിക്കുന്നത്. ഒരിടയനും ഒരു തൊഴിച്ചുമാകും എന്നുള്ള കർത്താവിൻ്റെ വചനം അനർത്ഥമാക്കാൻ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പുതിയ ശക്തിയോടെ പുതിയ വീര്യത്തോടെ പോകാനിടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാത്തിരിക്കുന്നവരെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു വചനം കൂടെ ഇതിന് ഇണയേർച്ച് ചിന്തിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, നീ അല്ലാതെ മറ്റൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ആ പ്രവചനം നിവൃത്തിയാകുവാൻ നമ്മുടെ കൂട്ടായ്മ ഉതകട്ടെ. നമുക്ക് ദൈവം തരാമെന്ന് പറഞ്ഞു ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തതായ പല കാര്യങ്ങളുണ്ടാകാം. അവ ഓരോന്ന് നേടിയെടുക്കുവാൻ, കാത്തിരിക്കുവാൻ, ഒന്നിച്ച് പോരാടുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ. ആ സിഹിയോൻ മാളിക പെന്തക്കോസ്തായുടെ അനുഭവം ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു മാളിക കിട്ടിയിരിക്കും. ഈ തിരുവനന്തപുരം സിറ്റിയിലെ ആത്മവ്യാപാരം ഉണ്ടാകുവാൻ, അനേകരെ നേടുവാൻ നോക്കണം. ആ സിഹിയോൻ മാളിക പോലെ നമുക്ക് ഈ മാളിക കിട്ടിയിരിക്കുകയാണ്. ഈ മാളികയിൽ നമുക്ക് ഒന്നിച്ച് വന്ന് ശക്തി പ്രാപിക്കണം, യേശുവിൻ്റെ സാക്ഷിയാകണം, അനേകരെ യേശുവിൻ്റെ വശത്ത് കൊണ്ടുവരണം, യേശു രണ്ടാമത്തെ അവരെ വഴിയൊരുക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കണം. യെശയ്യാവ് കണ്ടതായ ദൈവത്തെ പോലെ ദൈവം പിന്നെ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. നീ അല്ലാതെ മറ്റൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്ന് പറയുന്നു. ഈ പ്രവചനങ്ങളെല്ലാം അന്വർത്ഥമാക്കുവാൻ നമ്മുടെ കൂടിവരവ് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ നമ്മളിതിന് ഒന്നിച്ചുകൂടി കാത്തിരിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെല്ലാം സഫലമാക്കി തരുന്നത് ആരാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ 8 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ദാവീദിന്റെ സന്തതിയായ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നപോലെ ബന്ധനസ്ഥനായി കഷ്ടത സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ വളർത്താനും സാക്ഷിക്കാനും ബന്ധപ്പെട്ട് ഒത്തിരി സഹിക്കേണ്ടി വരും. സഹനങ്ങൾ നമ്മളെ നിരാശപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ അല്ല. പിന്നെ എന്തിനാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്? ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നാം അവനോട് മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ അവനോട് വാഴും, തള്ളിപ്പറയുന്നെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. അപ്പോൾ നമുക്ക് യേശുവിനോടൊപ്പം സഹിച്ച്, യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ്, യേശുവിനോടൊത്ത് സിംഹാസനത്തിൽ ഇരിക്കേണ്ടവരാണ് നമ്മൾ. രാജാവായി യേശു വാഴുമ്പോൾ രാജ്ഞിയായി കൂടെ ഇരിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ആ രാജ്ഞിയായ തിരുസഭയുടെ അംഗങ്ങളാകുവാൻ അവൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സഹിക്കുന്നെങ്കിൽ അവനോട് വാഴും, തള്ളിപ്പറയുന്നെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. അപ്പോൾ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. യേശുവിൻ്റെ കല്യാണത്തിന് പോകാനുള്ളവരെ വിളിച്ചൊരുക്കാൻ തയ്യാറാക്കാൻ നമുക്ക് ഈ മാളികയെ ഒരു ബ്യൂട്ടി പാർലറായിട്ട് മാറ്റാം.
മണവാട്ടി സഭയെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്തവളായി ശുദ്ധീകരിച്ച് കല്യാണ മണ്ഡപത്തിൽ എത്തിക്കുന്ന ആ വേലയിൽ നമുക്കൊരു ജോലി കിട്ടും. നമ്മളോടൊപ്പം അനേകരെ കർത്താവിൻ്റെ കല്യാണത്തിന് ഒരുക്കുവാൻ നമ്മുടെ ഈ കുടിവരവ് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഈ സെഹിയോൻ മാളിക യേശുവിനെ കാണാനും കാണിക്കാനുമാണെന്ന് ഈ വീട്ടുകാരൻ നമ്മളെ ഓർപ്പിച്ചു. ഒരു ശാസ്ത്രജ്ഞനായിരിക്കുന്ന അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ വചനം കൊടുത്തതായ ദർശനം അനുസരിച്ച് തൻ്റെ ഭവനം അനേകർക്ക് യേശുവിനെ കാണാനും കാണിക്കാനുള്ള ഇടമാക്കണമെന്ന് കൊടുത്തിരിക്കുന്ന ഉൾബോഴ്ത്തി അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രനെ കാണിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, പ്രതിരൂപവും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാണെന്നാണ്. അപ്പം ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തെ കാണിക്കാൻ ഒരാൾ വേണം. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായി ലോകത്തിൽ അവതരിച്ച യേശു ക്രിസ്തു വ്യക്തിപരമായി നമ്മളെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. സകലതും യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എല്ലാ സകലതും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മുടെ കാര്യം എഴുതിയിരിക്കുന്നു. സകലതും എന്ന് പറഞ്ഞാൽ അത് നമ്മളും കൂടെ പെടും. അപ്പം നമ്മുടെ പേര് പറഞ്ഞ് ഈ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ സകലതും, ആ കൂട്ടത്തിൽ ഞാനും നമ്മളും യേശുക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ഏതാ ഭൂമിയിലുള്ളവരായ നമ്മൾ യേശുവിൻ്റെ കരസ്പർശനത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഓർക്കുമ്പോൾ എത്രയധികം കടപ്പാട് അവരോടുണ്ട്. നമ്മൾ ഗർഭത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൈ നമ്മളെ മെടഞ്ഞു വന്ന് 139-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാം ഒരു പ്രത്യേക മുഖം, ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടായത് ചുമ്മാതെ ഉണ്ടായതല്ല. നമുക്ക് മാത്രം ഒരു വിരലടയാളം, ഒരു മുഖം, ഒരു നിറം, ഒരു മണം, ഇതൊക്കെ വെച്ചിരിക്കുന്നത് നമ്മളെപ്പോലെ വേറൊരാൾ ഈ ലോകത്തിലില്ലാത്തതുകൊണ്ടാണ്. എന്നുമാത്രം വില നമുക്കുണ്ട്. ആദാമിൻ്റെ കാലം മുതൽ ഇന്നുവരെയുള്ള കോടിക്കണക്കിന് പേര് സൃഷ്ടിക്കപ്പെട്ടതിൽ അവർക്കെല്ലാം ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ പദ്ധതിയും ഉൾക്കൊള്ളിച്ച് അവർക്കെല്ലാം പ്രത്യേക ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ നന്ദി പറയണ്ടേ. എല്ലാവരെയും കർത്താവ് അമ്മയുടെ ഗർഭത്തിൽ മെടയുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കതിന് നന്ദി പറയാം. നമ്മുടെ ഗർഭത്തിലായിരുന്ന കാര്യം നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ആ നമ്മളായിരുന്ന സമയത്ത് നമ്മുടെ ഓരോ മാസത്തിലെയും നമ്മുടെ വളർച്ചയിൽ ദൈവത്തിൻ്റെ കരസ്പർശനം ഉണ്ടായിരുന്നു. 9 മാസത്തെ അമ്മയുടെ ഉദരത്തിൽ വെച്ചുള്ളതായ കർത്താവിൻ്റെ പ്രത്യേക പരിചരണത്തിലാണ് നമ്മൾ ഈ ഷേപ്പിൽ ഈ ഭൂമിയിലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ മാത്രം ചെയ്തു പോരുന്ന മുന്നൊരുക്കിയ സൽപ്രവൃത്തികളുണ്ട്. അത് ചെയ്തിട്ട് അങ്ങോട്ട് എന്നാലേ നമുക്ക് നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ കല്യാണ മണ്ഡപത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മണവാളൻ പോയ വഴിയെ മണവാട്ടിയും പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രത്യാശയോടുകൂടെ ഈ വീട്ടുകാരൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദൈവകരുണയിൽ പണിതതായി ഈ ദേവാലയം, അല്ലെങ്കിൽ ഈ ദൈവമന്ദിരം യേശുവിൻ്റെ കല്യാണത്തിന് പോകാനുള്ളവർക്ക് ഒരുങ്ങാനുള്ളൊരു സ്ഥലമായി, ഒരു ബ്യൂട്ടി പാർലറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് യേശുവും യേശുവിൻ്റെ നാമവുമാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ വന്നപ്പോഴേ പാടിയ പാട്ട്, ഈ ലോകത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും ഇവിടെ നടന്ന് യേശുവിൽ എല്ലാവരെയും ഒന്നാക്കാനിടയാകട്ടെ. ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് അവിടെ കിട്ടിയ ഒരു പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്നാണ് എൻ്റെ പേര്. ഒരു ധ്യാനമന്ദിരത്തിൽ ചെന്നപ്പോൾ ഏതാനും ദിവസങ്ങൾ അവിടെ താമസിച്ചപ്പോൾ അവിടെ നിന്ന് തന്നൊരു സമ്മാനമാണ് യേശു ആ നാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ്. ആ ശക്തി ഇവിടെയും വെളിപ്പെടാൻ ഇത് 55,000 കോപ്പി ചെലവഴിഞ്ഞ ഒരു കൊച്ചു പുസ്തകമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതിൻ്റെ കോപ്പികൾ എത്തിക്കഴിഞ്ഞു. അനേകർ ഈ പുസ്തകത്തിലെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യവും രക്ഷയും ആശ്വാസവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും ആ അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഉണ്ടാകാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. നമുക്കൊരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കണം. ഈ യേശുവിനെ കാണുന്നതിലും കാണിക്കുന്നതിലും തിരിച്ചറിയുന്നതിലും മാതാവിന് വലിയൊരു വേലയുണ്ട്. യേശു കുഞ്ഞിനെ വളർത്തി ലോകത്തിന് സംഭാവന ചെയ്യുവാൻ പരിശുദ്ധ കന്യമറിയാം കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ജീവൻ്റെ അപ്പം ചുട്ടെടുത്ത് നമുക്ക് തന്നു. എല്ലാ ആരാധനയിലും എല്ലാ കുർബാനയിലും ആ യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ യേശുവിനെ ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ് ദിവ്യകാരുണ്യ വിശുദ്ധ കുർബാന. നമുക്ക് തന്നെ ദൈവത്തിൻ്റെ കുർബാനയായി യേശുവിൻ്റെ ശരീരമായി മാറാൻ സാധിക്കുമെന്നുള്ളതും ഓർക്കും. അതുകൊണ്ട് ചുരുക്കമായി നമുക്ക് നടത്താവുന്ന ഒരു ദിവ്യ ആരാധന കുർബാനയാണ് യേശുവിൻ്റെ ജീവചരിത്രം ഓർപ്പിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുന്നത്. ജപമാലയിൽ യേശുവിൻ്റെ ജനനം മുതൽ രണ്ടാമത്തെ വരെയുള്ള കാര്യം തുടർച്ചയായിട്ടും അത് മറന്നു പോകാതെ ചെയ്യാൻ വേണ്ടി ആ മുത്തുമണികൾ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരിമാരുടെ സ്ഥാനത്തിൽ ഒരു ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് യേശുവിനെ വളർത്തുന്ന ചുമതല ഒന്ന് ഏറ്റെടുക്കാം. എന്താ സഹോദരിമാർ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സഹോദരിമാരൊന്ന് ലീഡ് ചെയ്താട്ടെ. നമുക്ക് നമ്മുടെ ഉള്ളിലെല്ലാം യേശു കുഞ്ഞുങ്ങളുണ്ട്. ആ യേശു കുഞ്ഞിനെ ഒന്ന് വളർത്തി സ്വർഗ്ഗാരോഹണം ചെയ്യിച്ചിട്ട് പെന്തക്കോസ്തായുടെ അനുഭവം ഈ ശരീരനിലുണ്ടാകണം. നമുക്ക് ജപമാലയുള്ളവർക്ക് എടുക്കാം. ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. അമ്മ മാത്രം ലീഡ് ചെയ്താൽ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ കർത്താവുമായ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉത്തരം പരിശുദ്ധാത്മാവിനായ കാലത്ത് പിടർശയിച്ച് വിശുദ്ധറിക്കപ്പെട്ട മനുഷ്യർക്കപ്പെട്ട് പാതാളമിറങ്ങി മനുഷ്യരുടെ മൂന്നാം നാൾ ഉയർത്ത് സുഹൃത്തേക്ക് എഴുതി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിലേക്ക് വാർന്നിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നതിനെ ശരീരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. രാജ്യം വരണമേ, ദേശത്തിലെ പോലെ ഭൂമിയിലുമാകണം. കാരുണ്യം ക്ഷയിച്ചു പോലെ പിതാവായ ദൈവത്തിന് മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മയും ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായ വാഗ്ദാനം ചെയ്യുന്നതിന് അങ്ങേക്കുമാരുടെ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മയും ദൈവശരണം എന്ന പുണ്യമുണ്ടായ വാഗ്ദാനം ചെയ്യുന്നതിന് അങ്ങേക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി മൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ധർമാവായ ദൈവത്തിന്റെ പരിപാടിയായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേക്കുമാരുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം മംഗളവാർത്ത. ദേവദൂതൻ പരിശുദ്ധ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് നിന്നിൽ നിന്ന് ലോകരക്ഷകൻ ജനിക്കുമെന്ന് അവളോട് പറയുന്നു. നമുക്ക് ഈ രഹസ്യം നമ്മുടെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട ബാലത്തിനെ സമർപ്പിക്കാം. അരുണാലക്ഷ്മൻ സാറിനെയും കുടുംബത്തെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുഖസ്നായ പിതാവേ, രാജ്യം വരണമേ,
ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നു തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുകയും. അങ്ങനെ മനസ്സുപുതുക്കാനും രൂപാന്തരപ്പെടാനും സമർപ്പിക്കാനും ചലിക്കുന്ന പള്ളികളാകാനും കർത്താവിന് വാഴ്ത്തി മുറിച്ചു കൊടുക്കാൻ പറ്റിയ അപ്പമാകാനും വേണ്ടിയാണ് അതിന് നിങ്ങളെ ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമായിട്ട് ഇതിനെ ഒരു പ്രാർത്ഥനാ മുറിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതൊരു സഭയുടെയുമല്ല, ഇതൊരു വീടിൻ്റേതുമല്ല, ഇതെല്ലാവരുടേതും കൂടിയാണ്. കർത്താവിനെ വിശ്വസിച്ച് കല്യാണത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാനും ഒരുങ്ങാനുള്ള ഒരു സ്ഥാപനമായിട്ട് ഇതിനെ മുദ്രകുത്തിയിരിക്കുന്നു. ഈ മാതാവിനുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ, യുക്തിയുടെ തലത്തിലുണ്ടാകാവുന്നൊരു ചോദ്യമോ സംശയമുണ്ട്. എന്തിനാ ഇത് ആവർത്തിക്കുന്നത്? ആവർത്തനത്തിൻ്റെ ആവശ്യം എന്നാന്ന് പറയുന്നത്, കന്യാമറിയാം നമുക്ക് വേണ്ടി മരിക്കുമ്പം പ്രാർത്ഥിക്കണമെന്നാണ് പറയുക. എപ്പോഴും മരണമുണ്ടെന്നാണ് പറയുക. 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ നമ്മളെന്നും എപ്പോഴും മരണത്തിൻ്റെ കൂടെയാണ്, നമ്മുടെ കൂടെ മരണമുണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസിന് കിട്ടിയ ഒരു വെളിപ്പാടാണ്. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ മരണമുണ്ട്, ജീവനുമുണ്ട്, മരണമുണ്ട്. അതെപ്പോഴും എവിടെ എഴുതിയിരിക്കുന്നത്? എത്രാമത്തെ? 11 എങ്ങനെയാ പറയുന്നത്? ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന അനുഭവമായതുകൊണ്ട് അവരെല്ലാം മാതാവ് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് മാതാവ് എപ്പോഴും കൂടെ വേണം. നമ്മുടെ ഓരോ ശ്വാസവും നമ്മൾ വലിക്കുന്നോ ഓക്സിജൻ കയറുന്നോ കാർബൺ ഡയോക്സൈഡ് വെളിയിലോട്ട് പോകുന്നു. ഇത് ആവർത്തിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 15 പെരുന്നാളിൽ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്നു. വചനം ചെവി കൂടെ കേട്ടു, ഹൃദയത്തിൽ കയറിയാതെ ഉദരത്തിലെത്തി, മാംസം തിരിക്കാൻ തുടങ്ങി. 9 മാസം എത്ര പ്രാവശ്യം മാതാവ് ശ്വാസം വലിച്ചു കാണും, എത്ര പ്രാവശ്യം ചങ്ക് പിടിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചുകൊണ്ട് 9 മാസം നടക്കുമ്പോൾ എല്ലാ ദിനചര്യങ്ങളും ആ കുഞ്ഞിന് വേണ്ടിയും കൂടിയാണ്. അങ്ങനെ 3 കിലോഗ്രാം തൂക്കമുള്ളൊരു കുഞ്ഞായിട്ട് നമ്മൾ പ്രസവിക്കപ്പെടുമ്പോൾ ഈ അമ്മയുടെ ചോരയും നീരും കൊച്ചങ്ങ് വലിച്ചെടുക്കുക. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന യേശു നമ്മുടെ ചോരയും നീരും വലിച്ചെടുത്ത് മാംസം ധരിക്കണം. നമുക്കപ്പോൾ അമ്മയുടെ സ്ഥാനം ലഭിക്കണം. ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കാവുന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾ ഏത് പള്ളിയിലായാലും, ഏത് സഭയിലായാലും, ഏത് സമൂഹത്തിലായാലും യേശുവിനെ വളർത്താൻ അതൊരു കൂട്ടായ്മ. കർത്താവിൻ്റെ കല്യാണമത്തിൽ എത്തണം. ഇതാണ് ലാക്കെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ ആരാധന സ്ഥലത്തെ യേശുവിൻ നാമത്തിന് മുദ്രകുത്തുകയാണ്. ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീവാടയാളത്തെ മുദ്രകുത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാലയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലേക്ക് വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധ നാമത്തിലും തന്നെ പ്രാർത്ഥിക്കാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപാര ഇപ്പോഴെന്തു ചെയ്യേ. എബ്രായർ 3:13 നിങ്ങളിൽ ആരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിനം ഉള്ളിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും. അപ്പം അന്യോന്യം കൂടി വന്ന് പ്രബോധിപ്പിച്ചാലേ പാപത്തിൻ്റെ ചതിയിൽ കഠിനപ്പെട്ട് വഞ്ചിക്കപ്പെടാതിരിക്കുകയുള്ളൂ. അങ്ങനെ വലിയ ചതിവ് ഈ ലോകത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളാരും പാപത്തിൻ്റെ വഞ്ചനയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിനം ഉള്ളിടത്തോളം നാൾതോറും എല്ലാ തോറും ഒന്നിച്ചുകൂടി കൂട്ടായ്മ ആചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനിയും 15 മിനിറ്റും കൂടിയുണ്ട്. വന്നിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പ്രബോധനം തരാനുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഭവ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, പ്രബോധനം തരാനുണ്ടെങ്കിൽ അവസരം തരികയാണ്. 8:30 തീരുന്നതായിരിക്കും.